അച്ഛാ ഓ ഈ ടോവിൻ തോമസ് ഇട്ട ഫോട്ടോ എന്തിനാണ് പന്നിന്റെ വരയ്ക്കലിപ്പോ? അത് ടോയ് തോമസ് ഇട്ടതിനകത്ത് ഇത് കണ്ണായിട്ട് കണ്ടില്ലേ, ആ ബ്രൗൺ കളർ നോസ് ആയിട്ട് നോക്ക്, ഇത് താടിയായിട്ട് വെക്കാം. അപ്പൊ അച്ഛൻ ആ കൊക്കിന്റെ അടുത്ത് കണ്ണ് വരച്ചു, കാണുന്നുണ്ടോ മോള്? പിന്നെ അച്ഛൻ ആ ബ്രൗൺ കളർ മൂക്ക് വരച്ചു. പിന്നെ താഴത്ത് കറുപ്പ് നിറം എന്താണ് പറഞ്ഞേ? അത് ബ്ലാക്ക് കളർ താടി, റെഡ് കളർ എന്താ ലിപ്സ്. അപ്പൊ അച്ഛൻ വരച്ച് സ്കിൻ കളർ ബ്രൗൺ ആക്കി മാറ്റി. ഇങ്ങനെ വരച്ചിട്ടാണ് അച്ഛൻ ടോവിനോ തോമസിനെ വരക്കാൻ പോണേ ഈ പരത്തിനകത്ത്. മോള് കാണുന്നില്ലേ? കംപ്ലീറ്റ് ചെയ്തിട്ട് അച്ഛൻ കാണിച്ചു തരും കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു. എന്തൊരു കാര്യം ചെയ്യാനാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആള് അതിനൊരു പോസിറ്റീവായിട്ട് നമുക്ക് ഒരു എനർജി തരികയാണെങ്കിൽ നമ്മളത് ചെയ്തു തീർക്കാനായിട്ട് എളുപ്പമാണ്. കൂടെ നിൽക്കുന്ന ആളെ എപ്പോഴും അത് പൊട്ടിപ്പോകുള്ളൂ, നടക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും അത് അവരുടെ പ്രാർത്ഥനയായിട്ടാണെങ്കിലും. സത്യസന്ധമായിട്ട് പറയാം, നമ്മളിപ്പോഴും മറ്റേ പഴയ പിള്ളേരല്ലേ, ഈ വലുതായ പോലെയും പക്വത വന്ന പോലെയൊക്കെ അഭിനയിച്ചും മടുത്തില്ലേ നമുക്ക്? എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരിക്കും അത്. അത് ഒരു പ്രായം കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളായി അതായി ഇതായി പക്വത കാണിക്കും. ഒരു സമയം വരും, അത് വരാതിരിക്കില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്, എവറിത്തിങ് വിൽ ബി ഫൈൻ ഇൻ ദ എൻഡ്. ഇഫ് എവറിത്തിങ് ഇസ് നോട്ട് ഫൈൻ, ഇറ്റ്സ് നോട്ട് ദി എൻഡ്.